ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റം ആണ്. അതായത് നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ വെബ് സീരീസ് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ സ്വന്തം പോപ്കോൺ ആണ്. അതെ ഫ്രണ്ട്സ്, ഞാൻ ഈ 2 ദിവസത്തിലത്തെ എന്റെ റിസർച്ചിൽ കണ്ടുപിടിച്ചൊരു കാര്യമാണ് നെറ്റ്ഫ്ലിക്സ് പോപ്കോൺ ഇറക്കുന്നുണ്ടെന്ന്. അങ്ങനെ 2 ഫ്ലേവറിലുള്ള പോപ്കോൺസ് ആണ് ഗൈസ് നെറ്റ്ഫ്ലിക്സിന്റേതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒന്നും സ്വീറ്റും അതുപോലെ തന്നെ സോൾട്ട് ആയിട്ടുള്ള പോപ്കോൺ, രണ്ടാമത്തത് കാരമലും ചീസും ആയിട്ടുള്ള പോപ്കോൺ. ഒന്നും നോക്കിയില്ല ഗൈസ്, നമ്മൾ ആമസോണിൽ നിന്ന് ഇതിന്റെ ഓരോ പാക്ക് വെച്ച് ഇങ്ങ് ഓർഡർ ചെയ്തു. ഓരോ പാക്ക് എന്ന് പറയുമ്പോൾ ഒരു പാക്കിൽ 6 ഉണ്ടാവും. അങ്ങനെ മൊത്തം 12 പീസാണ് ഗൈസ് നമ്മൾ വാങ്ങിച്ചത്. യെസ്, അങ്ങനെ ഫൈനലി 12 പീസ് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇതിൽ 12 ഇല്ല ഗൈസ്, കാരണം വന്നപ്പോൾ തന്നെ ഞാൻ തിന്നു നോക്കി ടേസ്റ്റ് എങ്ങനെയുണ്ട്, സംഭവം വർക്കാണോന്ന്. സംഭവം പക്ക വർക്കിംഗ് ആണ് ഗൈസ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതിൽ ഓരോന്ന് അൺബോക്സ് ചെയ്ത് എങ്ങനെയാണ് ഈ പോപ്കോൺ കാണാനിരിക്കുന്നത്, അതുപോലെ ടേസ്റ്റ് എങ്ങനെയെന്നുള്ള റിയാക്ഷൻ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് ഓരോന്നെടുത്ത് അൺബോക്സ് ചെയ്താലോ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ പോപ്കോൺ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കാരമലും ചീസും, അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്വീറ്റും സോൾട്ടും. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് അതിന് തന്നെ സ്വീറ്റും സോൾട്ടും ഓപ്പൺ ചെയ്യാം. ഈ ഒരു പാക്കാണ് ഗൈസ്. പിന്നെ എടുത്ത് നോക്കണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഒക്കെ ഒരു ഡിസൈൻ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു ബ്ലൂവും റെഡും ഷെയ്ഡൊക്കെ ഇവിടെ ഒരു കൊടുത്ത ഡിസൈനിൽ ഒറ്റയടിക്ക് കാണുമ്പോൾ ഇത് നെറ്റ്ഫ്ലിക്സിന്റെ പോപ്കോൺ ആണെന്ന് തോന്നും. അതേ സമയത്ത് ഗൈസ്, ഈ ഒരു കാരമൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേര് മാത്രം കണ്ടാലേ നെറ്റ്ഫ്ലിക്സിന്റേതായിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതോ ബ്രാൻഡ് ആണെന്നാണ് നമ്മൾ വിചാരിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്വീറ്റും സോൾട്ടും അൺബോക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. കീറി പൊളിച്ച് കഴിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് കീറാൻ പോവുകയാണ് ഗൈസ്. യെസ്, ഓക്കെ, കീറിയിട്ടുണ്ട്. കീറുമ്പോൾ നോർമലായിട്ട് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പോപ്കോൺ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, നമുക്കിവിടെ നമ്മുടെ പോപ്കോൺ കാണാൻ സാധിക്കും. ഇനി ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഈ പോപ്കോൺ നമ്മുടെ ബൗളിലേക്ക് ഇടാം. എന്നിട്ട് പോപ്കോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ കാണാനായിട്ട്. ഓക്കെ, നമ്മൾ ഏകദേശം ബൗളിലേക്ക് നമ്മുടെ പോപ്കോൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വീറ്റും അതുപോലെ തന്നെ സോൾട്ടും ആയിട്ടുള്ള പോപ്കോൺ. ഇതിൽ 2 മിക്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് മധുരവും അതുപോലെ തന്നെ ഉപ്പും മിക്സ് ആയിട്ടാണ് ഈ പോപ്കോണിൽ വരുന്നത്. ഫുള്ള് മധുരമല്ല, 2 കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് ഇത് തന്നെ ഫസ്റ്റ് ഒരു പോപ്കോൺ കഴിക്കാം. എന്നിട്ട് അത് ഏത് ടേസ്റ്റ് ആണ്, ഉപ്പാണോ മധുരമാണോ നോക്കാം. മധുരം ഗൈസ്. ഫസ്റ്റ് എനിക്ക് ഇത് സ്വീറ്റ് ആണ്. രണ്ടാമത്തെ കഴിച്ച് നോക്കാം. സോൾട്ട് ഇതുപോലെ മിക്സ് ചെയ്താണ് ഗൈസ് ഈ ഒരു പോപ്കോണിന്റെ. മധുരം പറയുകയാണെങ്കിൽ ഗൈസ് അത്യാവശ്യം നല്ല മധുരം കിട്ടുന്നുണ്ട്. അതായത് ഭയങ്കര ഓവർ എന്ന് പറയാനില്ല, പക്ഷേ ഒരു മിഡ് റേഞ്ചിൽ നമുക്ക് മധുരം കിട്ടുന്നുണ്ട്. ഉപ്പാണെങ്കിലും അതെ ഓവർ അല്ല, കറക്റ്റ് റേഞ്ചിലാണ്. ഇത് 2 കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ ആണ് ഗൈസ് ഈ ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ടിൽ നെറ്റ്ഫ്ലിക്സിന്റേതായിട്ടുള്ള പോപ്കോണിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഗൈസ് നമ്മുടെ രണ്ടാമത്തെ കാരമൽ പൊട്ടിച്ച് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഇനി ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമതായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാരമലിന്റെയും ചീസിന്റെയും നെറ്റ്ഫ്ലിക്സിന്റെ പോപ്കോൺ ആണ്. ഇതിന്റെ കവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാൽ മനസ്സിലാവില്ല ഇത് നെറ്റ്ഫ്ലിക്സിന്റേതായിട്ടുള്ള പോപ്കോൺ ആണെന്ന്, വേറെ ഏതോ ബ്രാൻഡാണെന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് ഇതങ്ങ് ഓപ്പൺ ചെയ്താലോ? ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ട് സംഭവം, ടേസ്റ്റ് ഉണ്ടോ, കാരമലിന്റേതായ മധുരം ഉണ്ടോ ഇല്ലേന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ്, ഓക്കെ ഫ്രണ്ട്സ്, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വെറൈറ്റി കുറച്ചും കൂടി പ്രീമിയം ഗൈസ്. നേരത്തെ വെച്ച നമ്മുടെ നോർമൽ സോൾട്ടും സ്വീറ്റിന്റെ പോലത്തെ പോപ്കോണുള്ള പകരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല പ്രീമിയം ആയിട്ടുള്ള പോപ്കോൺ ആണ് ഗൈസ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബൗളിക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും ബൗളിക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇത് കറക്റ്റ് ഒരു ബൗൾ ഇല്ലാട്ടോ ഫ്രണ്ട്സ്, അത്രയും നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓറഞ്ച് ഇല്ലേ, ഈ കളറിലുള്ളത് ചീസും ഇത് കാരമലും ആണെന്ന് തോന്നുന്നത്. കാരണം അങ്ങനെ വരുള്ളൂ. കാരമലിന് നല്ല കട്ടിയുണ്ട്, പക്ഷെ ചീസിൻ്റെ കട്ടി കുറവാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ചീസ് കഴിക്കാം, എന്നിട്ട് കാരമൽ കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ ചീസ് കഴിച്ച് നോക്കാം, അത് കഴിഞ്ഞ് കാരമൽ കഴിക്കാം. ചീസ് കഴിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതിൽ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. നേരത്തെ കഴിച്ച സോൾട്ടും സ്വീറ്റ് പോലെയല്ല, ചീസിൻ്റെ ആയാലും ചീസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മുടെ മെയിൻ കാരമൽ കഴിച്ചോ ഗൈസ്. അടിപൊളി എന്ന് വെച്ചാൽ ഗൈസ് നല്ല മധുരം ഉണ്ട്. മറ്റേനെ പോലെ അല്ല, നല്ല കട്ടയ്ക്ക് മധുരം. കാരണം നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഗൈസ്, ഇതിന്റെ ടെക്സ്ചർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ കറക്റ്റ് ആയിട്ട് ആ കാരമലൊക്കെ അവർ കൊടുത്തതിന്റെ ടെക്സ്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെതായ മധുരം നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു സാധനത്തിന് കിട്ടുന്നുണ്ട്. കൊള്ള ഗൈസ്, എനിക്ക് മറ്റേനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. നല്ല മധുരവും നല്ല ചീസിന്റെ ടേസ്റ്റ് 2 കൂടി മിക്സ് ആകുമ്പോൾ അടിപൊളി ഫ്ലേവർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്.